ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, കർത്താവിനോട് അടുത്ത് ചെല്ലുന്നത് എന്തിനാണ്? രക്തസ്രാവക്കാരി എന്തിനാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നത്? പാപിനിയായ സ്ത്രീ എന്തിനാ യേശുവിൻ്റെ പാദം കഴുകുവാൻ വേണ്ടി പോയത്? മറിയ എന്തിനാണ് യേശുവിൻ്റെ പാദാന്തരത്തിൽ ഇരുന്നത്? ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അവൻ നമ്മുടെ അടുത്തേക്ക് കടന്നു വരാതിരിക്കില്ല. ദൈവം നമ്മോടുകൂടെ അടുത്തു വരും. അത് വെറുതെയല്ല ദൈവം വരുന്നത്. അവന്റെ സന്നിധി സന്തോഷത്തിന്റെ പരിപൂർണതയുടെ ഒരു അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും. സങ്കീർത്തകൻ അങ്ങനെയാ പറയുന്നത്, അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. അടുത്ത് ചെന്നാൽ വെറുതെയല്ല സന്തോഷം അനുഭവിക്കാൻ കഴിയും. അവന്റെ അടുക്കൽ വരുന്നവന് ബൈബിൾ പറയുക വിശക്കുകയില്ല, വീണ്ടും പറയുക ദാഹിക്കുകയില്ല, വീണ്ടും പറയുക ക്ഷീണിക്കുകയില്ല, വീണ്ടും പറയുക തളരുകയില്ല, വീണ്ടും പറയുക യുവ കഴുകനെ പോലെ ശക്തിയെ പുതുക്കി ചിറകടിച്ച് ഉയരും. ആരുടെ അടുക്കലേക്ക് ചെന്നാല? കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നാൽ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, അവന്റെ അടുക്കൽ ചെല്ലുന്നവനെ വെറുതെയല്ല, ഒന്ന് അവൻ ആശ്വസിപ്പിക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യുന്നവനാണ്. രണ്ട്, സൗമ്യതയും താഴ്മയും ഉള്ളവനാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടല്ലേ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 4 മുതൽ പറയുന്നത്, അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. യോഹന്നാൻ സുവിശേഷം 13 പറയുക, ശിഷ്യന്മാരുടെ പാദം കഴുകി. അവിടുന്ന് യേശു പറയാണ്, ഞാൻ എല്ലാ പാപവും വഹിച്ച് കാൽവരിയിൽ കയറി. എന്തിനാ? എൻ്റെ അടുക്കൽ വരുന്ന ഒരാൾ പോലും ഒരു കുറവും ഇല്ലാത്തവനായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അവന്റെ മുഖം മൃദുവാണ്, അവന്റെ ചുമട് ലഘുവാണ്. അവന്റെ അടുക്കൽ വന്നാൽ ഭാരം ഇല്ലാത്ത അനുഭവം ഉണ്ടാകും. എന്തുകൊണ്ടാ? അവൻ നമുക്ക് വേണ്ടി ഭാരം ചുമന്നവനാണ്. ഭാരം വഹിച്ചവന്റെ സന്നിധിയിൽ ഭാരമില്ലാതെ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഭാഗ്യമാണ് ദൈവം തരുന്നത്. എൻ്റെ അടുക്കൽ വരുവിൻ, എൻ്റെ നുകം ഏറ്റുകൊള്ളുവിൻ, എന്നോട് പഠിപ്പിൻ എന്നാ യേശു പറഞ്ഞത്. ഒന്ന്, അടുക്കൽ വരണം. 2, എൻ്റെ നുകം ഏറ്റുകൊള്ളണം. 3, എന്നിൽ നിന്ന് നീ പഠിക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ യേശുവിന്റെ അടുക്കൽ ചെന്നതിൻ്റെ അനുഭവം മനസ്സിലാക്കും. ഒന്ന്, യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ മാർത്ത ചെന്ന് യേശുവിനെ കൂട്ടിക്കൊണ്ട് സ്വന്തം ഭവനത്തിലേക്ക് വന്നു. മറിയ യേശുവിന്റെ പാദത്തിൽ ഇരുന്നു. കണ്ടോ? കൂട്ടിക്കൊണ്ട് വരുന്ന ആളാണോ, കൂടത്തിൽ ഇരിക്കുന്ന ആളെയാണോ ദൈവത്തിന് ഇഷ്ടം? കൂടത്തിൽ ഇരിക്കുന്നയാൾ. അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമാണ്, അവൾ നല്ലത് തിരഞ്ഞെടുത്തു, നല്ല അംശം. എന്തുകൊണ്ടാണ്? എൻ്റെ കൂടത്തിൽ ഇരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ മറ്റു പ്രവൃത്തിയിൽ വ്യാപൃതനായി പോകരുതെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറയാം പ്രിയമുള്ളവരെ, അവന്റെ കൂടത്തിൽ നിൽക്കാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചത്. അവന്റെ അടുക്കിലേക്ക് ചെല്ലുന്തോറും അവൻ നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഈ ഒരു അനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നത്. നമുക്ക് ഹൃദയങ്ങൾ ഒരുക്കി, ഈ വചനം ഇന്ന് എന്നോടാണ് സംസാരിക്കുന്നത്. ഞാനാണ് യേശുവിന്റെ അടുക്കലേക്ക് വരേണ്ടത്. എൻ്റെ അടുക്കൽ അവൻ വന്ന ദൈവമാണ്. എൻ്റെ രോഗവും പാവവും വഹിച്ചതാണ്. എൻ്റെ കുറവുകൾ മുഴുവനും അവൻ എന്നിൽ നിന്ന് ഒപ്പിയെടുത്തതാണ്. ഇനി എനിക്ക് അവന്റെ സന്നിധി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം തന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഇന്ന് ഈ പ്രഭാതം അവിടുത്തെ സന്നിധിയിൽ ഒരു അനുഗ്രഹമാക്കി എന്നെ മാറ്റണം, എന്നെ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.